തെക്കുവടക്കിലൊക്കെ വീണ്ടും സ്വാഗതം. ഞങ്ങളൊരു രണ്ടാഴ്ചത്തെ ബ്രേക്കിന് ശേഷം പിന്നെയും നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ്. ഞാൻ ഞാൻ യാത്രയിലായിരുന്നു. അതുപോലെ തന്നെ ശ്രീ മാധവൻകുട്ടിയും. ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും, എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു പുതിയ ഒഫൻസീവ് പാർലമെന്റിൽ അദ്ദേഹം നടത്തുകയാണ് BJP സർക്കാരിനെതിരെ. ഞാനിപ്പോൾ എൻ്റെ ഒരു സീനിയർ കോർപ്പറേറ്റ് സുഹൃത്തുമായിട്ട് ഗവൺമെൻറ്റിനെയൊക്കെ വാച്ച് ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് അഫയേഴ്സിലുള്ള ഒരാളുമായിട്ട് സംസാരിക്കുമായിരുന്നു. അദ്ദേഹം അതിനെ മൻമോഹൻ സിംഗിൻ്റെ കാലത്തെ ടെലികോം കോൾ സ്കാമുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്. അദ്ദേഹം പറയുന്നത്, അതായത് ടെലികോം കോൾ സ്കാം എങ്ങനെ മൻമോഹൻ സിംഗിനെ പോലെയുള്ള ഒരു അക്കാഡമിക് പ്രൈം മിനിസ്റ്ററെ അല്ലെങ്കിൽ ടെക്നോക്രാറ്റ് പ്രൈം മിനിസ്റ്ററിൻ്റെ ക്രെഡിബിലിറ്റിയായി ചോദ്യം ചെയ്തു, അതേ രീതിയിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ എപ്സ്റ്റൈൻ ഫയലും US-ആയിട്ടുള്ള ഇന്ത്യയുടെ ബന്ധവും കൊണ്ടുവരുന്നത് എന്ന് ഒരു സീനിയർ കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ഇതിനിടയിലൊക്കെ നിന്ന് ഒരു വാച്ച് ചെയ്യുന്നവർക്ക് തോന്നുന്നു. പക്ഷേ എൻ്റെ പല സുഹൃത്തുക്കളും, പൊളിറ്റിക്കലായിട്ടുള്ള സുഹൃത്തുക്കൾ പറയുന്നത് ഈ ഇഷ്യൂസ് നമ്മളുടെ ഹിന്ദി ഹാർട്ട്ലാൻഡിൻ്റെ മെജോറിറ്റി ഓഫ് ദ വോട്ടേഴ്സിനെ യാതൊരു തരത്തിലും ബാധിക്കുന്ന ഇഷ്യൂസ് അല്ല. അതുകൊണ്ട് താഴെ തട്ടിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ ഇതിന് കഴിയുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയും അവിടെ നിൽക്കുന്നു. നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ താങ്കളുടെ ഒരു പൊളിറ്റിക്കൽ വ്യൂ പോയിന്റിൽ എന്താണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രവർത്തനത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ചെറിയാൻ, താങ്കളുടെ കോർപ്പറേറ്റ് സുഹൃത്ത് പറഞ്ഞത് വളരെ ശരിയാണ്. അത്രയ്ക്ക് സ്ഫോടനാത്മകമായ അല്ലെങ്കിൽ സ്ഫോടക സാധ്യതയുള്ള എപ്സ്റ്റീൻ ഫയൽ വിഷയമാണ് രാഹുൽ ഗാന്ധി വളരെ സമർത്ഥമായി അവതരിപ്പിച്ചത്. ഇവിടെ ഇതിന് ഒരു വ്യത്യാസം ഞാൻ കാണുന്നത്, ടെലികോം സ്കാം മൻമോഹൻ സിംഗ് സർക്കാരിനെ ഉലച്ച പോലെ അല്ലെങ്കിൽ അതിന്റെ തുടർച്ചയെ അവസാനിപ്പിച്ചതുപോലെ ഇവിടെ സംഭവിക്കുമെന്നും തോന്നുന്നില്ല. കാരണം 10 വർഷമായി ഇന്ത്യയുടെ സകല ഭരണഘടനാ സ്ഥാപനങ്ങളെയും കയ്യിൽ അമർത്തിക്കൊണ്ട്, പിടിച്ചെടുത്തുകൊണ്ട്, അവയെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു വിമത ശബ്ദത്തെ ദേശവ്യാപകമായി വളർത്തുവാൻ അനുവദിക്കുന്ന ഒരു സർക്കാരല്ല ഇന്ന്. മൻമോഹൻ സിംഗ് സർക്കാരല്ല മോഡി സർക്കാർ. അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് സാഹചര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. അന്ന് ജനാധിപത്യത്തിന് ഒരു പഴുതുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. താങ്കൾക്ക് അറിയാമായിരിക്കും, ഞാൻ UPA 1 കാലഘട്ടത്തിൽ ഡൽഹിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് കൃത്യമായി അറിയാം, സാഹചര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. ജനാധിപത്യ രീതിയിലൂടെ, നമ്മളെല്ലാം മനസ്സിലാക്കുന്ന രീതിയിലൂടെ ഒരു പ്രതിപക്ഷ ഒഫൻസീവ്, താങ്കൾ ഉപയോഗിച്ച വാക്ക്, ആ ഒഫൻസീവ് രാജ്യവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയാൽ പോലും പിന്നീട് ഉണ്ടാക്കുമോ ഇല്ലയോ എന്ന കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. ജനങ്ങൾ അത്രയും തിരിച്ചറിഞ്ഞാൽ പോലും അധികാര കസേരയിൽ നിന്ന് ഇന്നത്തെ ഈ ഹിന്ദുത്വ കോർപ്പറേറ്റ് ഫാസിസ്റ്റ് ഭരണകൂടത്തെ ഇളക്കുന്നതിന് കഴിയുകയില്ല എന്നുള്ള വളരെ വേദനാജനകമായ യാഥാർത്ഥ്യമാണ് ഈ സമയത്തും എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ഒരു കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധി ഇതിനു മുൻപും ജനാധിപത്യത്തിന്റെ ഏറ്റവും വളരെ മർമ്മത്തിൽ തൊട്ടുള്ള നിരവധി ഒഫൻസീവുകൾ എന്നുള്ള മുന്നേറ്റങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പങ്കുവച്ച വ്യക്തിയാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇതിൽ കൂടുതൽ നന്നായി എങ്ങനെ പ്രകടനം എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. അത്രയ്ക്ക് സൂക്ഷ്മമായി, സത്യസന്ധമായി SIR-ന്റെ കാര്യത്തിലായാലും, തെരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിലും, ജുഡീഷ്യറിയുടെ കാര്യത്തിലെല്ലാം ആയാലും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്തുത്യർഹമായ രാഷ്ട്രീയ പ്രകടനം
ഫലം കാണുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം നമുക്കുണ്ട്. അപ്പൊ അവിടെയാണ് താങ്കൾ ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നത്. എന്തുകൊണ്ട് ഫലം കാണുന്നില്ല? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാഗികമായി ജനവിധി അനുകൂലമായി എന്നുള്ളത് ഓർക്കുമ്പോൾ ഇന്നത്തെ അവസ്ഥ, ഇന്നത്തെ ഇതൊരു വേറൊരു സർക്കാരല്ല കേന്ദ്രത്തിൽ മറ്റൊരു സർക്കാർ ആയിരുന്നെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ ഇതിനു മുൻപേ ഈ സർക്കാർ നിലം പൊത്തുമായിരുന്നു. പക്ഷെ അങ്ങനെ ഇനി ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാനല്ലാതെ RSS നടത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. അവർക്ക് ജയിക്കാനല്ലാതെയുള്ള ഒരു പൊതു തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ഉണ്ടാകുമെന്ന് ഞാൻ എന്റെ മനസാക്ഷി പറയാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധിയുടെ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ എന്റെ സുഹൃത്തുക്കളെ അന്ന് UPA 1, 2 സമയത്ത് ഹിന്ദി ഹെർലൻഡ് അല്ലെങ്കിൽ ഇന്നത്തെ വോട്ടേഴ്സ്, ഇന്ത്യൻ വോട്ടേഴ്സ് ഇതുപോലെ ഒരു കമ്മ്യൂണൽ കോൾഡ്രംത്തില്, കമ്മ്യൂണൽ ഒരു 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 ചട്ടക്കൂട്ടിനകത്ത് ഒതുക്കപ്പെട്ടിട്ടില്ലായിരുന്നു. അത് RSS എത്ര ശ്രമിച്ചിട്ടും അത് നടന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എമോഷണൽ ആയിട്ടുള്ള ഈ ബാഗേജ് വോട്ടിന് പോകുമ്പോൾ തങ്ങളുടെ നിത്യവൃത്തിക്കുള്ള പ്രശ്നങ്ങളായിരുന്നു കൂടുതൽ മുമ്പിൽ നിന്നത്. ഇന്ന് തിരിച്ച് ഇപ്പോൾ ആസാമിന്റെ കാര്യം എടുത്താലും ഒരു ചീഫ് മിനിസ്റ്ററിന്റെ വീഡിയോ നമ്മൾ കാണുകയാണ്. അദ്ദേഹം വെടിവെക്കുന്നു, മുസ്ലിം വസ്ത്രങ്ങൾ ധരിച്ച ഒരു 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 പൗരനെ ബംഗ്ലാദേശി അല്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പോലും വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത് താങ്കൾ പറഞ്ഞ പോലെ സർക്കാർ മാത്രമല്ല, ഈ ജനങ്ങളുടെ മനസ്സിനെ ഇത്ര മാത്രം സ്വാധീനിക്കുന്ന തരത്തിലുള്ള ക്യാമ്പയിൻസ്, കമ്മ്യൂണൽ ക്യാമ്പയിൻസ് കൊണ്ടുവന്ന ഒരു ഒരു കാലഘട്ടം എനിക്ക് ഉണ്ടായെന്ന് എനിക്ക് തോന്നില്ല. പക്ഷെ അതല്ലേ ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടേണ്ടി വരുന്ന ഒരു വലിയ പ്രതിബന്ധം. അതെ, തീർച്ചയായിട്ടും ശരിയാണ്. താങ്കൾ പറഞ്ഞത് 100% യോജിക്കുകയാണ്. കാരണം നാം കടന്നുപോകുന്ന കാലഘട്ടം ഒരു ടെലികോം ഒരു വൻ അഴിമതി പുറത്തു കൊണ്ടുവന്നത് കൊണ്ട് അധാർമികമായി ലജ്ജിക്കുന്ന, അല്ലെങ്കിൽ അതിൽ നാണം തോന്നുന്ന ഒരു നാണം നഷ്ടപ്പെട്ട ഫാസിസ്റ്റ് ഭരണകൂടമാണ് ഇന്ത്യയെ ഭരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹിന്ദുത്വ കോർപ്പറേറ്റ് പരിപാടിയുമായി മുന്നോട്ട് പോകുന്നതിന് ഇത് തടസ്സമല്ലെന്ന് മാത്രമല്ല, ഇത് അവർക്ക് സഹായകരമാവുന്നു എന്ന് പോലും അവർ കാണുന്നുണ്ട്. കാരണം തുടർച്ചയായി താങ്കൾ അറിയുന്ന പോലെ വിമത ശബ്ദങ്ങളെയെല്ലാം അവരെയെല്ലാം തേടി പിടിച്ച് അവരെ നേരിടുന്ന ഒരു സർക്കാരാണ്. നമുക്കറിയാം, ഇന്നലെ അദാനിക്കെതിരായി പരാതി കൊടുത്തതിന്റെ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായി അദാനിയുടെ അഴിമതി പുറത്തു കൊണ്ടുവന്നതിന് ഒരു മലയാളിയായ രവി നായർ എന്ന് പറയുന്ന ഒരു അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകന് 1.5 കൊല്ലത്തെ ജയിൽ ശിക്ഷ വിധിച്ചിരിക്കുന്ന ഒരു ജുഡീഷ്യൽ സംവിധാനം. നിങ്ങൾ ആരെയും തുടർച്ചയായി നമ്മളുടെ ഈ സംഭാഷണം പോലും നാളെ യൂണിയൻ സർക്കാരിന് അതിൽ അതൃപ്തി ഉണ്ടെങ്കിൽ ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയും. എന്നിട്ട് അതിനൊക്കെ ചെറിയ മനുഷ്യനാണെങ്കിലും ചെറിയ വിമിത ശബ്ദമാണെങ്കിലും ഞാൻ 14 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന എന്റെ സാമൂഹ്യ മാധ്യമ ഇടപെടൽ പോലും ഒരു വലിയ ഭീഷണിയായി കണ്ട് അത് രാജ്യവ്യാപകമായി ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഏറ്റവും ഉജ്ജ്വലമായ പ്രതിപക്ഷ പ്രകടനം കൊണ്ട് മാത്രം ഇന്ത്യയിൽ ഒരു ഭരണമാറ്റത്തിനോ ഭരണത്തിനെതിരായ വികാരം സംഘടിപ്പിക്കുന്നതിനോ കഴിയുന്നില്ല. ഇത് താങ്കൾ പറഞ്ഞത് വേറൊരു കാര്യം കൂടി സത്യമാണ്. ഈ വിഷയങ്ങളെല്ലാം ഇന്ത്യയിലെ സാധാരണ കർഷകന്റെയും സാധാരണ തൊഴിലാളിയുടെയും ചെറു കച്ചവടക്കാരനെയും നേരിട്ട് ബാധിക്കുന്ന കാര്യമാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെ അവിടെ തന്നെ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. കാരണം ഇത് ജനാധിപത്യത്തിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അഴിമതിയുടെയും ദേശീയ നാഷണൽ സോവറിനിറ്റി, പരമാധികാരം, രാജ്യത്തിന്റെ പരമാധികാരം പോലും വ്യക്തി താല്പര്യത്തിന് വേണ്ടി ബലി കൊടുക്കുന്ന ഒരു സർക്കാരിനെ കുറിച്ച് ഇന്ത്യൻ ജനതയ്ക്ക് അവബോധം ഉണ്ടാവുന്നത് എങ്ങനെയാണ്?
സ്വാതന്ത്ര്യം, ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്ന് ഒരു കർഷകന് ബർദോലായിലെയോ അല്ലെങ്കിൽ ചമ്പാരനിലെയോ കർഷകന് എങ്ങനെ തോന്നി? അതൊന്നുമല്ലോ സ്വാതന്ത്ര്യം എന്നുള്ളതിന്റെ പ്രശ്നം. ഇന്ത്യ കൊളോണിയൽ സാമ്രാജ്യത്തിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം എന്നുള്ളത് സ്വന്തം ഒരു വികാരമായി ഇന്ത്യയിലെ സാധാരണ കർഷകരും അവരുടെ കുടുംബങ്ങൾക്കും എങ്ങനെ തോന്നി? അതായിരുന്നു ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചാലക ശക്തി. അത് ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ അമേരിക്കയും ഉണ്ടാക്കിയിട്ടുള്ള കരാറിന്റെ ഭാഗമായി അത് ആദ്യം അതിന്റെ ദുരനുഭവം നേരിടാൻ പോകുന്നത് ഇന്ത്യയിലെ കർഷകരാണ്, മഹാരാഷ്ട്രയിലെ കർഷകരാണ്, കോട്ടൺ കർഷകരാണ്, പരുത്തി കർഷകരാണ്, സോയാബീൻ കർഷകരാണ്. അവർ ഇതിന്റെ അർത്ഥവ്യാപ്തി മനസ്സിലാക്കുന്നവരെ മാത്രമാണോ നമുക്ക് ക്ഷമിക്കേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് അതിലും അമിതമായ ശുഭാപ്തി വിശ്വാസമില്ല. കാരണം ഇതിനു മുൻപുള്ള ഇത്തരം കടന്നാക്രമണങ്ങൾ കഴിഞ്ഞിട്ട് അതിന്റെ പഞ്ചാബിലെ ഒരു ശക്തരായ, വേണമെങ്കിൽ ധനിക കർഷകരെന്ന് പറയുന്നവർ നടത്തിയ ആ സമരത്തിന് ശേഷം, ആ സമര വിജയകരമായ സമാപ്തിക്ക് ശേഷം ദേശവ്യാപകമായി ഈ സർക്കാരിനെ പിടിച്ചു കുലുക്കിയ ഒരു സമരമുണ്ടായിട്ടില്ല. നിങ്ങൾക്കറിയാം, ഷഹീൻ ബാഗിന് ശേഷം ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടില്ല. ഇത് യാഥാർത്ഥ്യം നമ്മളുടെ മുമ്പിൽ മിഴിച്ചു നിൽക്കുന്നു. എങ്ങനെയാണ് ഈ സർക്കാരിനെതിരായുള്ള ജനരോഷം അല്ലെങ്കിൽ അതിന്റെ അസംതൃപ്തി എങ്ങനെ സംഘടിപ്പിക്കാൻ കഴിയും? രാഹുൽ ഗാന്ധി എന്ന ഒരു ഏകാംഗ പട്ടാളത്തിന്റെ പ്രസംഗ പ്രകടനം കൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ ഇന്നത്തെ അവസ്ഥ മാറ്റാൻ കഴിയുമോ? അദ്ദേഹത്തിന്റെ തെക്ക് കിഴക്കും അല്ലെങ്കിൽ തെക്കു വടക്കും കിഴക്കു പടിഞ്ഞാറുമുള്ള പദയാത്രകൾ കൊണ്ട് നമുക്ക് തെരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ഞാൻ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയപ്പോൾ എനിക്ക് തോന്നിയ ചോദ്യം അതാണ്. രാഹുൽ ഗാന്ധിയെ കാണാൻ വന്ന, കേൾക്കാൻ വന്ന ആൾക്കൂട്ടത്തെ എങ്ങനെ ഇന്ത്യ ബ്ലോക്കിന്റെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യിപ്പിക്കാൻ കഴിയൂ എന്നുള്ള സുപ്രധാന പ്രശ്നം, രാഷ്ട്രീയ പ്രശ്നം അവിടെ നിൽക്കുന്നു. അപ്പോൾ എന്തു പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം എന്താണ്? കർഷക ഉൽപ്പന്നങ്ങളുടെ വില, സാധാരണ മധ്യവർഗത്തിന് താൻ കടയിൽ പോയി വാങ്ങുന്ന സാധനങ്ങളുടെ വില, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവരുടെ സുരക്ഷ, ഇതൊക്കെയാണല്ലോ ജീവിതത്തിൽ ഏറ്റവും ഒരാളെ ബാധിക്കുന്ന അടിസ്ഥാന കാര്യങ്ങൾ. വരുമാനത്തിൽ കുറവുണ്ടാവുക, ജോലി സ്ഥിരതയില്ലാതിരിക്കുക, കാർഷികോൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതിരിക്കുക, കൂലി കുറയുക, സുരക്ഷിതത്വം ഇല്ലാതിരിക്കുക, ഇതെല്ലാം ഭൗതികമായി നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ അനുഭവിച്ചു കൊണ്ടാണ് ഈ സർക്കാർ കഴിഞ്ഞ 10 വർഷമായി മുന്നേറുന്നത്. അപ്പോൾ ഇതിന് യഥാർത്ഥ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ഇന്ത്യയിലെ പ്രതിപക്ഷത്തോടാണ്. അല്ലാതെ വീണ്ടും മോഡിയുടെയും RSS സംഘപരിവാറിന്റെയും രാഷ്ട്രീയം തുറന്നു കാണിച്ചത് കൊണ്ട് മാത്രം പോരാ, അവർക്കെതിരെ എങ്ങനെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ കഴിയും എന്നുള്ള പുതിയ വെല്ലുവിളിയാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന സമയം, 1920കളുടെ അവസാനം. ആ സ്ഥിതി എന്താണോ ആ സ്ഥിതിയിലാണ് ഇന്ത്യൻ രാഷ്ട്രീയം വന്നു നിൽക്കുന്നത്. ഇതിന് നമുക്ക് എളുപ്പ വഴികളൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല. താങ്കളുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണെന്ന് കുറച്ചുകൂടി ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളുമായി ദൈനംദിന ഒരു ഉദാഹരണം കൂടി പറയാം. ഞാൻ കേരളത്തിൽ നിന്ന്, കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. താങ്കൾ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ആ തുറന്നു കാട്ടലിന്റെയും പ്രകടനത്തിന്റെയും ഒരു അല പോലും കേരളത്തിലില്ല. അദ്ദേഹത്തിന്റെ അനുയായികൾ പോലും അവർ ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന്റെ നടുക്കാണ്. കേരളത്തിലെ KPCCയും കോൺഗ്രസും UDFും ഇന്നലെയും ഇന്നുമായി അവരുടെ പ്രസംഗ വേദികളിലൊന്നും ഈ മോഡിയുടെ എപ്സ്റ്റീൻ ഫയലുകളും അല്ലെങ്കിൽ കർഷകരുടെ നേരിടാൻ പോകുന്ന വെല്ലുവിളികളും ഇല്ല. അവിടെ അയ്യപ്പന്റെ സ്വർണ്ണക്കടത്തും മറ്റുമാണ്. അതെ, ഞാനതുകൊണ്ട് ഇടതുപക്ഷം അത് ഉന്നയിക്കുന്നു എന്നല്ല. ഇന്ന് നമ്മൾ നടക്കുന്ന ഒരു പരീക്ഷണത്തിന്റെ ഭാഗമാണ് ഇന്ന് ദേശവ്യാപകമായ പണിമുടക്ക്. തീർച്ചയായും ഒരു മുന്നേറ്റം തന്നെയാണ്, ഒരു ശ്രമമാണ്. പക്ഷേ അതിന് ഇന്ത്യ വ്യാപകമായ ബലമുണ്ടാക്കാൻ കഴിയുമോ എന്ന് താങ്കളാണ് പറയേണ്ടത്. കേരളത്തിൽ അത് വിജയമാണ്, പക്ഷെ അതെന്നും വിജയമാണ് കേരളത്തിൽ. ഞാൻ ഇന്ന് എന്റെ കസിൻ ലണ്ടനിലേക്ക് നാളെ രാവിലെ പ്ലെയിൻ കയറാൻ വേണ്ടി, അതായത് മാവേലിക്കരയിൽ നിന്നും കൊച്ചിയിലേക്ക് പോയി. ഞാൻ പറഞ്ഞ കുറെ ഫോട്ടോ എടുത്ത് അയച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ എം ടി സ്ട്രീറ്റ്സ് എന്നാണ് പറഞ്ഞത്. പുള്ളി കുറെ അയച്ചു തന്നു. ഞാനത് പോസ്റ്റ് ചെയ്തു. പലരും വന്ന് അത്ഭുതപ്പെട്ടു. കേരളത്തിൽ ഇങ്ങനെയാണ്, പക്ഷെ ബാക്കി ഇന്ത്യ ഒരിടത്തുമില്ല. അതായത് നമ്മൾ പല കാര്യത്തിലും
നമ്മൾ അഭിമാനിക്കുന്ന പല കാര്യങ്ങളും ഇന്ത്യയിൽ ഒട്ടുമില്ല, വല്ല തൊട്ടു തയ്ച്ചിട്ടില്ല എന്നുള്ള ഒരു വാസ്തവം നമ്മുടെ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ രംഗവും പൊതുരംഗവും മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു വേദനാകരമായ സത്യമാണ്. ഞാൻ അതാണ് ഫീൽഡ് പറയുന്നത്. മാത്രമല്ല താങ്കൾ പറഞ്ഞ ഈ ഒരു ശക്തി, അതായത് ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഫ്രണ്ട് പേജിൽ രാഹുൽ ഗാന്ധിയുടെ അറ്റാക്കാണ് മെയിൻ. അതായത് രാഹുൽ ഗാന്ധി പറയുന്നു ഇന്ത്യയെ ഈ മോഡി സർക്കാർ അമേരിക്കയ്ക്ക് വിറ്റു ഇറങ്ങു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിന് അടിയിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫും ഒക്കെ ഉണ്ട് പാർലമെന്റിൽ സംസാരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ വസ്തുതകളെ പറ്റിയല്ല. അത് ആ ഇന്ത്യൻ എക്സ്പ്രസ് പോലും കൊടുത്തിരിക്കുന്നത് കിരൺ റിജു, അതായത് പാർലമെന്ററി കാര്യ മന്ത്രി എന്ത് പറഞ്ഞു, അപ്പുറത്തെ ഹർദീപ് പുരി എന്ത് പറഞ്ഞു എന്നുള്ളതാണ്. ഞാനത് വളരെ കൃത്യമായി നോക്കി. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് അകത്ത് കണ്ടിന്യൂവേഷനിലെ സെക്കൻഡ് പേജിൽ എന്തോ ഈ കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. ഇതാണ് ഒരു ഇതിനിടെ ഈ ഇന്നത്തെ ഈ ഗോദി മീഡിയ അല്ലെങ്കിൽ ഭക്ത് മീഡിയ എന്ന് പറയുന്ന അതിനിടയിൽ ഒന്ന് നിൽക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ എക്സ്പ്രസിന്റെ പോലും ഗതി ഇതാണ്. നമ്മള് വളരെ താങ്കൾ പറഞ്ഞ ഒരു വളരെ ഭയാനകരമായ ഗാന്ധി തുടങ്ങി വെച്ച ഈ അവസ്ഥയിലേക്ക് നമ്മൾ പോയി എന്ന് നമുക്കൊക്കെ തോന്നുന്ന ഒരു സിറ്റുവേഷനിലേക്ക് തീർച്ചയായിട്ടും ചെറിയാൻ ഇതിപ്പോ ഇന്ത്യൻ എക്സ്പ്രസിന്റെ കാര്യം താങ്കൾ പറഞ്ഞു, ഡൽഹി എഡിഷന്റെ ഇപ്പോഴും അല്പാൽപ്പം അത് അധിക കാലം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവരും വലിയ സമ്മർദ്ദത്തിലാണ് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ മേലും വാള് വീഴുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഏറ്റവും അത്ഭുതകരമായി ഇന്ന് ഹിന്ദു, പൊതുവെ റാമിന്റെ നേതൃത്വത്തിലുള്ള ഹിന്ദു ഈ യൂണിയൻ സർക്കാരിന്റെ ഒരു പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നു എന്ന ധാരണയുണ്ടാക്കുന്ന തരുന്ന പത്രമാണ്, ശരിയുമാണ് പലപ്പോഴും. പക്ഷെ ഇന്ന് അവരുടെ രാഹുൽ ഗാന്ധി അകത്ത പേജിലാണ്, താങ്കൾ വിശ്വസിക്കുമോ എന്നറിയില്ല, അകത്ത പേജിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗവും അദ്ദേഹത്തിന്റെ തുറന്നു കാട്ടലും കൊടുത്തിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിന്റെ ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ രീതി വെച്ച് പോലും ഇന്ന് ഏത് പത്രത്തിന്റെയും ഒന്നാം പേജിൽ കടന്നുകൂടേണ്ട ഒരു വാർത്തയാണ് ഒരു മാധ്യമ പ്രവർത്തകർ എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ വേറൊരു കാര്യം താങ്കൾ മറക്കരുത്, മാധ്യമങ്ങൾക്ക് പോലും ഈ സർക്കാരിനെ നേരിട്ട് തയ്യാറായി എതിർക്കാൻ നിൽക്കുന്ന നിരവധി മാധ്യമങ്ങൾക്ക് പോലും ഒരു ചടിപ്പ്, ഒരു ഫെറ്റീക്ക് അത് ഫലിക്കുന്നില്ല. ഇതെല്ലാം നാം പറയുമ്പോഴും നമ്മളൊരു ന്യൂനപക്ഷമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഒന്നും സംഭവിക്കുന്നില്ല. മോഡി മീഡിയയും അവർ സൃഷ്ടിക്കുന്ന എക്കോസിസ്റ്റവും അവർ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ ആവാസ വ്യവസ്ഥയുമാണ് വിജയിക്കുന്നത് എന്ന ഒരു സിനിസിസം ഈ പ്രതിപക്ഷ മാധ്യമങ്ങളിൽ പോലും വരുന്നുണ്ട്. താങ്കൾ ഇന്ന് ഏറ്റവും പുതിയ RSSന്റെ മുഖപത്രം ഓർഗനൈസറിൽ ആരെയെല്ലാമാണ് എതിർത്ത് തോൽപ്പിക്കേണ്ടതെന്നൊരു പട്ടിക ഇട്ടിട്ടുണ്ട്. വയർ, ആൾട്ട് ന്യൂസ്, സ്ക്രോൾ, ക്വിന്റ്, ഈ ന്യൂസ് ക്ലിക്ക്, ന്യൂസ് ലോണ്ടറി, ഇങ്ങനെ ഇത്തരത്തിൽ സൂക്ഷ്മമായി വിമത സ്വരങ്ങളെ ആരെയാണ് ശത്രുക്കളെന്ന് തിരിച്ചറിഞ്ഞ് നേരിട്ടുകൊണ്ടുള്ള അതിക്രമങ്ങൾ അവർക്ക് നേരെ ഉണ്ടാവുന്നു. ഇപ്പൊ താങ്കൾക്കറിയാം, വയറിന്റെ കാർട്ടൂൺ ബ്ലോക്ക് ചെയ്യപ്പെട്ടു ഇല്ലേ കഴിഞ്ഞ 2 ദിവസം. അപ്പൊ ഇതിലൂടെയെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിശ്വാസികളായ ഞാനും താങ്കളെയും പോലെയുള്ള ഈ സർക്കാർ മാറുന്നത് അടിയന്തര ദേശാഭിമാനപരമായ നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അതാണ് ഞാൻ പറയുന്നത്, പെട്രിയോട്ടിക് ഡ്യൂട്ടി. ഇതുവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടതുപക്ഷത്തുനിന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് വിജയിക്കണമെന്നോ അല്ല, ഇത് നമ്മുടെ സാമ്പത്തിക പരമാധികാരം പോലും പ്രശ്നമല്ലാത്ത ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം. അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർ ദേശാഭിമാനത്തിന്റെ അങ്ങേ അറ്റത്ത് അമിത ദേശാഭിമാനത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് 100 വർഷമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാനെയും അയൽ രാജ്യങ്ങളെയും അഖണ്ഡ ഭാരതമാണെന്ന നമ്മളുടെ ലക്ഷ്യമെന്ന് ആവശ്യപ്പെടുന്ന ഒരു കക്ഷി സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങളെ
വാണിജ്യ താല്പര്യങ്ങളെ ഇത്ര വേഗം അടിയറ വയ്ക്കുന്നു എന്നുള്ള വൈരുദ്ധ്യം ജനങ്ങളുടെ, ഹിന്ദുക്കൾ, അവർക്ക് വോട്ട് ചെയ്യുന്ന ഹിന്ദു പെസൻട്രിയുടെ ഇടയ്ക്ക്, അല്ലെങ്കിൽ കർഷകരുടെ ഇടയ്ക്ക്, ചെറുകച്ചവടക്കാരുടെ ഇടയ്ക്ക് എങ്ങനെയാണ് 500 ബില്യൺ 6 ലക്ഷം കോടി രൂപയുടെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ അടുത്ത 5 വർഷത്തിനകം ഇന്ത്യൻ കമ്പോളത്തിൽ ഇറക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ കച്ചവടക്കാർക്ക് പ്രതിഷേധമില്ല, ഇന്ത്യയിലെ ചേംബർ ഓഫ് കോമേഴ്സിന് പ്രതിഷേധമില്ല. അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത്, സാമ്പത്തിക വ്യവസ്ഥ ഇവരുടെ ചെങ്കിടി മുതലാളിമാർക്കായിട്ടുള്ള അദാനിക്കും അംബാനിക്കും കൊടുക്കുകയും സമൂഹത്തെ മുഴുവൻ ഹിന്ദുത്വ ബജരംഗ് ദളികൾക്കും തീവ്രവാദികൾക്കും ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടുള്ളൊരു ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചെങ്കിടി മുതലാളിമാരുടെയും BJP-യുടെയും ട്രഷറി ഒന്നു തന്നെ. അത് തിരിച്ചറിയേണ്ട സമയമായി. അവർക്ക് വ്യത്യസ്ത കണക്കുകളില്ല. BJP-യുടെ വരവ്, അദാനിയുടെ വരവ്, അത്തരത്തിൽ ഈ ക്രോണി ക്യാപിറ്റലിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സർക്കാരിനെ എങ്ങനെ അധികാരത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. കേരളത്തിൽ അതിന്റെ നടുക്കാണ്, ബംഗാളിൽ, തമിഴ്നാട്ടിൽ. താങ്കൾക്ക് ഇത്തരത്തിലുള്ള ഒരു ദേശവ്യാപകമായ പ്രതിഷേധത്തിന്റെ അല ഈ 3 സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അത് ബംഗാളിലാണ്, അല്ലെ? തീർച്ചയായിട്ടും താങ്കൾക്കറിയാം, ഡൽഹിയിൽ താങ്കൾ ഉള്ളപ്പോഴാണല്ലോ മമതാ ബാനർജിയുടെ സുപ്രീം കോടതിയിലെ പ്രശ്നങ്ങൾ SIR ഇന്ന് നേരിടുന്നത് ബംഗാളല്ലേ? അതാണ് എന്റെ ക്രാക്സ്. നമ്മുടെ സമയം അതിക്രമിക്കുന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാം. താങ്കൾ പറഞ്ഞ ഈ കർഷകരും ചെറു കച്ചവടക്കാരും എന്തുകൊണ്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പോയിന്റ് താങ്കൾ പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നത് അത് മനസ്സിലാക്കിയായിരിക്കണം ആർമി ചീഫ് നരവണയുടെ ബുക്കിന്റെ പേരിലാണെങ്കിലും സോഷ്യൽ മീഡിയ പോസ്റ്റ് പോലും മാറ്റാൻ വേണ്ടി 3 മണിക്കൂറാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏജൻസിക്ക് കൊടുത്തിരിക്കുന്നത്. 3 മണിക്കൂറിനകം സർക്കാർ പറയുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ റിമൂവ് ചെയ്യണം. അതായത് നമ്മുടെ ഈ എപ്പിസോഡ് സർക്കാരിന് പ്രീതി സമ്പാദിച്ചെങ്കിൽ 3 മണിക്കൂറിനകം യൂട്യൂബിനെതിരെ മാറ്റേണ്ടിയിരിക്കും. അങ്ങനെ അതായത് സോഷ്യൽ മീഡിയയിൽ പോലും ഡിസെന്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ വേറൊരു അഭിപ്രായം വരുന്നത് സർക്കാരിന് അതാണ് യാഥാർത്ഥ്യം. നമ്മളെ സംബന്ധിച്ച് അല്പം പ്രായം കൂടിയവർക്ക്, അതെ, നമ്മളെ സംബന്ധിച്ച് നമ്മളെപ്പോലെ വാർദ്ധക്യത്തിലുള്ള ആളുകൾ, ഇന്ത്യൻ പൗരന്മാർക്ക് ഇത് അധികകാലം സഹിക്കേണ്ടി വരികയില്ല എന്നുള്ള ഒരു സമാശ്വാസമുണ്ട്. പക്ഷെ നമ്മുടെ വരുന്ന തലമുറ ഈ പറയുന്ന ഏകാധിപത്യവും ഇത്തരത്തിലുള്ള മത തീവ്രവാദത്തിന്റെയും വിദ്വേഷത്തിന്റെയും ഏകാധിപത്യത്തിന്റെയും അന്തരീക്ഷത്തിൽ വളരേണ്ടി വരും എന്നുള്ളതാണ് വാസ്തവത്തിൽ എന്നെ ഭയപ്പെടുത്തുന്നത്. അത് തന്നെയാണ് നമ്മളൊക്കെ പറയുന്നതും. അതായത് ഞങ്ങൾ ഒക്കെ ജനിച്ചു വളർന്ന ഒരു ഇന്ത്യ ഉണ്ട്, അവിടെ ഇത് ഞങ്ങൾ ജനിച്ചു വളർന്ന ഇന്ത്യയിൽ ഇതൊന്നും ഇല്ലായിരുന്നു. അവിടെ ഡെമോക്രസിയും അഭിപ്രായ സ്വാതന്ത്ര്യവും സർക്കാരിന്റെ ഇടപെടലുകൾ വളരെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നു. സാമൂഹ്യവും പേഴ്സണൽ ലൈഫിലും അത് മാറിയിരിക്കുന്നു. അതെങ്കിലും മനസ്സിലാക്കി വേണ്ടപ്പെട്ടവർ വേണ്ടത് ചെയ്യണം. ഇന്ത്യയെ തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു മുദ്രാവാക്യം, ക്വിറ്റ് ഇന്ത്യ അല്ല, ബ്രിങ് ബാക്ക് ഇന്ത്യ എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലേക്ക് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. നന്ദി, നമസ്കാരം. വേറൊരു വിഷയമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരും. താങ്ക് യു ചെറിയാൻ.